ഹലോ ഫ്രണ്ട്സ്, ശ്യാമാണ്. ട്രാവൽ വിത്ത് ശ്യാമിലേക്ക് സ്വാഗതം. ജിംനിയുമായുള്ള എൻ്റെ യാത്രകളെയാണ് ഈ വീഡിയോ സീരീസ് ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ജിംനി വാങ്ങിയപ്പോൾ ശ്രദ്ധിച്ച ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നത് മിക്ക വാഹനങ്ങളിലും ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നോംസായിട്ട് വരുന്നതാണ്. സീറ്റിൻ്റെ പുറകിലോട്ടൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉൾപ്പെടെ ഉയരം കൂട്ടാനുള്ളൊരു സംവിധാനം. അതിന് വലിയൊരു തുകയാകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം അത്ര ബജറ്റ് വാഹനങ്ങളിൽ പോലും വന്നു തുടങ്ങിയിട്ടുള്ളൊരു ഫീച്ചറാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കാശ് നമ്മൾ കൊടുക്കുന്ന ഈ വാഹനത്തിൽ ഈ ഫീച്ചർ ഇല്ല. അപ്പോൾ അത് എങ്ങനെ ഇല്ലെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിൽ പോലും വന്ന് ഇരുന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഉയരമുള്ള ആളാണ് ഞാൻ. എനിക്ക് പോലും ആ ഉയരം ഇച്ചിരി കുറവായിട്ട് തോന്നി. അപ്പോൾ അതിനേക്കാൾ ഉയരം കുറഞ്ഞൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതൊരു പ്രശ്നം വരും. അപ്പോൾ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവുക എന്നൊരു കാര്യത്തിൻ്റെ ഭാഗമാണ് സീറ്റിൻ്റെ ഉയരം കൂട്ടുക എന്നുള്ളത്. അപ്പോൾ സീറ്റിൻ്റെ ഉയരം കൂട്ടുന്നത് തൽക്കാലം പ്രശ്നം പരിഹരിച്ചത് മാനുവലായിട്ടാണ്. കാരണം ഈ സീറ്റിനെ നമുക്കിത് സ്വയം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആമസോണിൽ നിന്ന് നമുക്കിങ്ങനെ ചെറിയൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ചെറിയൊരു സെപ്പറേറ്റർ കണ്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഇതൊരു ക്വാളിറ്റിയുള്ള ഘടകമായിരിക്കണം അതിൻ്റെ മെറ്റീരിയൽ എന്നുള്ളതാണ്. കാരണം വണ്ടിയുടെ സീറ്റിൻ്റെ വെയിറ്റ് മുഴുവൻ താങ്ങേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 എണ്ണം വാങ്ങാൻ കിട്ടും നമുക്ക്. അപ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ഈ സെപ്പറേറ്റർ ഞാൻ ഉപയോഗിച്ചത് 4 എണ്ണം വാങ്ങാൻ കിട്ടും. അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ നട്ടുമൊക്കെ നല്ല ക്വാളിറ്റിയുള്ളതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ സ്വയം ചെയ്യാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ടൂൾ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ അലൻ കീ കിട്ടും. അലൻ കീ കിട്ടുന്നത് ഈ കാണുന്ന ഒരു സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്ന സ്ക്വയർ ടൈപ്പ് അല്ല വേണ്ടത്. T30 എന്ന നമ്പറുള്ള ഫ്ലവർ ഡിസൈനിലുള്ള സാധനമാണ് ആവശ്യമുള്ളത്. ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് പിടിക്കുകയുള്ളൂ. നമുക്കിതൊന്ന് അഴിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് കൃത്യമായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ T30 എന്ന സീരീസിലുള്ളതാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ T30 എന്ന നമ്പർ കണ്ടത് ടോട്ടൽ എന്ന കമ്പനിയുടെ ഒരു കിറ്റിലാണ്. ഈ കിറ്റാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുക. അതിനകത്ത് T30 എന്ന് കണ്ട സാധനമാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാവുന്നൊരു സാധനമാണ്. സ്വയം ചെയ്യാനത് കോൺഫിഡൻ്റ് അല്ലെങ്കിൽ തൊട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൂടെ കൊടുത്താലും വളരെ എളുപ്പത്തിൽ അവർ സീറ്റ് ഉയർത്തി തരും. സീറ്റ് ഉയർത്തൽ പ്രകടമായ വ്യത്യാസം എൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, ഞാൻ വൈഫ് ഉപയോഗിക്കുന്നുണ്ട് ഈ വാഹനം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരുടെ കേസിലും ഈ സീറ്റ് ഉയർത്തിയത് കൊണ്ട് കിട്ടിയ കംഫർട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇത് ഇവർക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന കാര്യമേ ഉള്ളായിരുന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നുകിൽ കുറച്ചുകൂടി ഉയർത്തിയൊരു സീറ്റ് പൊസിഷൻ സ്ഥാപിക്കുക, കാരണം ഇവർക്ക് ഉയർത്താൻ പ്ലാൻ ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് സീറ്റ് ഉയർത്താനുള്ളൊരു സംവിധാനം സ്റ്റാൻഡേർഡായിട്ട് തരിക. ഇതിലേതെങ്കിലും ചെയ്യാമായിരുന്നു. ഒരുപക്ഷെ അടുത്ത പതിപ്പിലെങ്കിലും സുസുക്കി ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നന്ദി.